ഇന്നലെ ഞങ്ങളും സന്ദർശിച്ചു ലീഗ് നൽകിയ വീടുകൾ. അവിടെ പുതുതായി താമസമാക്കിയ ആളുകളുമായി സംവദിച്ചു, അഭിപ്രായങ്ങൾ ആരാഞ്ഞു. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് മുണ്ടക്കൈ കുഞ്ചിനവട്ടത്തുള്ള ചന്ദ്രേട്ടനാണ്. ചന്ദ്രേട്ടാ, അപ്പോൾ പുതിയൊരു വീടൊക്കെ ആയിട്ട് താമസമൊക്കെ മാറിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, എന്താണ്? വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ദുരിതം കഴിഞ്ഞതിന് ശേഷം ക്യാമ്പിൽ നിന്ന് മാറിയതിന് ശേഷം ഒരു വാടക വീട്ടിലായിരുന്നു. ഒരു സമാധാനത്തിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഞാൻ ശനിയാഴ്ച അവിടെ പാല് കഴിച്ച് ഞായറാഴ്ച കയറി താമസിച്ചു. അത് നല്ല അടച്ച കെട്ടുറപ്പുള്ള ഒരു വീട് തന്നെയാണ്. നമുക്ക് മനസ്സ് തൃപ്തിപ്പെട്ട ഒരു വീടിനാണ് കെട്ടുണ്ടാക്കി തന്നിരിക്കുന്നത്. സുഖമായി കിടന്നുറങ്ങി. ഞാൻ 2:30-3 മണിക്ക് എണിക്കുന്നതാണ്. അപ്പോൾ എന്നെ 5:30 മണി കഴിഞ്ഞിട്ട് ഞാൻ എണിക്കാത്തതുകൊണ്ട് എന്തുകൊണ്ട് എണിക്കാത്തുള്ളത് കാരണം വന്ന് വിളിച്ചെണിക്കുന്ന അത്രയും മനസ്സമാധാനം കിടന്നുറങ്ങിയാണ്. എന്തുകൊണ്ടായിരുന്നു ഇത്രയും ക്ലിയർ ആയി? 2:30 മണി വരെ ഉറക്കുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല ടെൻഷൻ, വീട് കിട്ടുമോ ഇല്ല, എന്താവുക, നമ്മൾ സാധനങ്ങളും പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. ആ വീട് എങ്ങനെ, ഈ വീട് എങ്ങനെ എന്നുള്ളത്. പക്ഷെ അതുപോലത്തെ ഒരു അവതാരത്തിൽ നിന്ന് ചാടുക എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ലഭിച്ച വീട് അത്ര ഗുണനിലവാരമില്ലാതെ ചോർച്ച ഉള്ളത്, അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു എല്ലാം ഈ വീട് കണ്ടപ്പോൾ നല്ല കട്ടറവോട് കൂടി തന്നെയാണ് വിലയേക്കാർ പണിത് തന്നിരിക്കുന്നത്. ഞങ്ങളെ മനസ്സിൽ വിശ്വസിച്ച പോലെ തന്നെ അവർ ഞങ്ങൾ വിശ്വസിച്ച്, ഞങ്ങൾ അവർ വിശ്വസിച്ചു. അതേ രീതി തന്നെ കെട്ടുണ്ടാക്കി തന്നിരിക്കുന്നു. വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്? വീട്ടിൽ തന്ന അവരിപ്പോൾ ഫർണിച്ചർ സെറ്റ് തന്ന്, പിന്നെ ഫാന്, മിക്സി, ഒരു മാസത്തേക്കുള്ള ഭക്ഷ്യ കിറ്റ്, അൽമാര, കട്ടിൽ, എല്ലാം അതും. എത്ര റൂം? 3 ബെഡ്റൂമുണ്ട്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം, കിച്ചൺ, ഒരു വർക്ക് ഏരിയ, സിറ്റ് ഔട്ട്. 1060 സ്ക്വയർ ഫീറ്റ്, 8 സെന്റ് സ്ഥലം. സംതൃപ്തി തോന്നുന്നു. എന്നെ കൊണ്ട് ഇതുപോലെ ഒരു വീട് കെട്ടി ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം, എന്നെ കൊണ്ട് കഴിയില്ല. അത്ര ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ട ഞങ്ങൾ അതേ രീതിയിൽ എങ്ങനെ വരും ഞങ്ങൾ പേടിച്ചെന്ന് ആ പേടി സ്വപ്നം മാറിപ്പോയി. സമാധാനമുണ്ട്. പിന്നെ ഞങ്ങൾ പാല് കാച്ചുമ്പോൾ 70 ആൾ ഒരു ചാറുണ്ട്. നമ്മുടെ പെണ്ണുങ്ങളും കുട്ടികളും കുറെ ആളുണ്ട്. ഞങ്ങൾക്ക് ഇത് ഹീറോ അവർ വറവ് ഞങ്ങൾക്ക് ഒരു സന്തോഷം. 10 ആൾ കൂടി ചെയ്തത് 30 ആളായി, 40 ആളായി. അപ്പൊ ഞങ്ങൾക്ക് ഒരു പെരിയ സന്തോഷം. പൊട്ടി വന്ന സ്ഥലം കുഞ്ചിരിപ്പടത്തിലെ ഒരുപാട് വീടുകളൊക്കെ 10-300 വീടുകൾ. ഞങ്ങളുടെ വീട്ടിലെ ഒന്നുമേ മണ്ണ് മാത്രമേ തോട്ടങ്ങളും അതും ഇതും ഒന്നുമില്ല, സാധനവും കഴിയാതെ പോയി. ഒരു ഇത് കിട്ടിയപ്പോ ഒരു സമാധാനം താമസിക്കാൻ എനിക്ക് ഇത്രയും ചെയ്ത് കിട്ടില്ല. അത് വലിയൊരു തുണി, ഒരു തുണി കട്ടില തുണിയോട് പഴയ ഷർട്ട് ഒന്നും എല്ലാവരും കൊടുത്തതാണ്. വീട്ടിൽ എന്തെങ്കിലും ഫർണിച്ചർ എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെയാണ് ഇവിടെ വീട്ടിന്റെ അകത്ത്? ഇവിടെ എല്ലാം കൊടുത്തു, എല്ലാം തന്നിട്ടുണ്ട്. എല്ലാം തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? തറാണ് പറഞ്ഞാൽ തരത്തിലുള്ള കൊടുക്കും. അവരെന്താ എങ്ങനെ പൈസ കെടുത്ത് അങ്ങനെ കൊടുക്കുന്ന പറഞ്ഞു.